ഓക്കെ, ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇവിടെ ഒരാൾ ടാറ്റു അടിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചു. എത്ര വർഷമായി കാണും ഇപ്പോൾ ഈ ടാറ്റു അടിച്ചത്? 2010 അടിച്ചൊരു ടാറ്റു ആണിത്. അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് കയ്യിൽ വേറെ ടാറ്റു അടിക്കണം എന്നുള്ളത്. അപ്പം ഇതുവരെയും നടന്നിട്ടില്ല. അപ്പം ഇപ്പം നമ്മൾ ടാറ്റു അടിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ആലപ്പുഴയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടാറ്റു സ്റ്റുഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ഏകദേശം ഒരു ഐഡിയ മാത്രമാണ് മനസ്സിലുള്ളത്. എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ടാറ്റുവിന്? ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ട്. ഫുൾ ആം ചെയ്യാനുണ്ടോ? ഫുൾ ആം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല. പക്ഷെ ഈ ഒരു ടാറ്റു ഉണ്ടല്ലോ, ഈ ടാറ്റു അടിച്ചിട്ടും ഇങ്ങനെ ഒരു ടാറ്റു ഉണ്ടെന്ന് ആർക്കും അറിയില്ല. കാരണം എപ്പോഴും ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടാമത് ഇങ്ങനെ ഒരു ടാറ്റു അടിക്കുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നമ്മള് ടാറ്റു അടിച്ച് 4 പേര് കാണിക്കണ്ടേ, അപ്പൊ കാണുന്ന രീതിയിലെങ്കിലും ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം ഇവിടെയാണോ അടിക്കാൻ പോണേ? അപ്പൊ 4 ആമിലാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ടാറ്റു സ്റ്റുഡിയോയിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കട്ട് ചെയ്തു. അപ്പൊ 4 ആമിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ടാറ്റു ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ടുള്ള ഒരു പ്ലാനാണ്. പിന്നൊന്നും നോക്കിയില്ല, നേരെ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ആലപ്പുഴയിലെ ലീഡിംഗ് ടാറ്റു സ്റ്റുഡിയോ ആണ് ഔട്ട്ലെയർ ടാറ്റു. ഞങ്ങളുടെ രണ്ടുപേരുടെയും സോഡിയാക് സൈൻ വെച്ചിട്ട് ഒരു ടാറ്റു എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. നമ്മുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി യുണീക്ക് ആയിട്ടുള്ള ഒരു ടാറ്റു കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കാരണം ഇവരെല്ലാവരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അവർ നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. കുഞ്ഞായിരിക്കും വിരലെത്തിയാ സ്റ്റിക്കറിന്റെ ടാറ്റു. പക്ഷെ അതും നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് ടെമ്പററി. ഈ സ്റ്റിക്കർ ടൈപ്പ് സാധനമുണ്ട്, പിന്നെ ടെമ്പററി. ഇപ്പൊ ഇത് പെർമനന്റ് ഇങ്ക, ഈ ഇങ്ക് ബോഡി ചെയ്താൽ പിന്നെ പോകുന്നില്ല, ലൈഫ് ലോങ് ബോഡി കിടക്കും. ഇതിന്റെ തന്നെ കുറെ നാൾ കഴിയുമ്പോൾ പയ്യെ ഫെയ്ഡായി പോകുന്ന ഇങ്കും ഉണ്ട്. 100% ഹൈജീനോട് കൂടിയിട്ടാണ് ഇവിടെ ടാറ്റുവും പിയേഴ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ ഒരു ഡിസൈനിൽ മൈന്യൂട്ടായിട്ടുള്ള കുറേ അധികം ഡീറ്റെയിലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തത്. ആൻഡ് ഫൈനലി ഈ ഒരു റിസൾട്ടിൽ ഞങ്ങൾ ഭയങ്കര അധികം ഹാപ്പിയാണ്. അത്ര അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഒന്നും പറയാനില്ല. ഈ ഒരു ടാറ്റു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പൊ ഇനി ടാറ്റു ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി നിങ്ങളൊരു ടാറ്റു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കോഴ്സ് ഒക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 മണിക്ക് തുടങ്ങിയതാണ് ടാറ്റുവിന്റെ വർക്ക്, ടാറ്റു ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ സമയം 8:25. ഇത്രയും സമയം എടുത്ത് നല്ല അടിപൊളിയായിട്ട് ടാറ്റു വന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു പേപ്പറിൽ ആ ഒരു പ്രിന്റിൽ കാണുന്ന പോലെയല്ല, ഫിനിഷിങ് വന്നപ്പോഴാണ് കേട്ടോ ശരിക്കും അടിപൊളിയായിട്ടുള്ളത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്താ പറയാനുള്ള? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്ര അടിപൊളിയാവുന്ന പ്രതീക്ഷിച്ചില്ല. നമ്മൾ മൈൻഡിൽ ഒരു സംഭവം, അതായത് ഒരു ഡിസൈൻ ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ രണ്ടുപേരും സോഡിയാക് സൈൻ വെച്ചിട്ട് ഒരു ഡിസൈൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് വിഷ്ണുവിനെ കണ്ട് വിഷ്ണുവിന്റെ ഐഡിയാസിൽ ആ ഒരു സംഭവം വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ആഫ്റ്റർ കെയർ സംഭവങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാണ്ട് ടാറ്റു കൊണ്ടുപോകാം. എന്റെ മനസ്സിൽ വേറൊരു ഇതായിരുന്നു. പക്ഷെ വിഷ്ണുവിന്റെ ഐഡിയാസും കൂടെ കിട്ടി നമ്മളത് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷകൾ കൂടുതൽ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. ഹാപ്പി അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ടാറ്റുവിന്റെ 2 ആഴ്ചത്തേക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല.
അത് കുഴപ്പമില്ല, ജിമ്മിൽ ഞാൻ പോയിക്കോളാം, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് ആഫ്റ്റർ കെയറിൻ്റെ ഇതായിട്ട് നമ്മൾ അധികം വിയർക്കാനും ഒന്നും പാടില്ല. അത്ര നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ കൊണ്ട് നടന്നാൽ മാത്രമേ അത് നല്ല ഭംഗിക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. എൻ്റെ ബാഗ് വെക്ക്. എൻ്റെ ഈ ബാഗിന് ഒരുപാടധികം ആൾക്കാരുണ്ട് എപ്പോഴും ചോദിക്കുന്നത്, വീഡിയോയിലായാലും ഫോട്ടോസിലായാലും. ഇത് രാത്രി ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസിന് വരുമ്പോഴേ ബാഗിൻ്റെ ഭംഗി അറിയുന്നത്. അപ്പം എൻ്റെ ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇനി എൻ്റെ ബാഗ് ആരും കാണാതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം കണ്ടോ, അടിപൊളി ബാഗാണ്. ഇനി ആലപ്പുഴക്കാർക്കോ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ടാറ്റു അടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഔട്ട്ലെയറിലേക്ക് പോക്കോട്ടോ. കാരണം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു പടി മേലെ നല്ല അടിപൊളിയായിട്ട് ടാറ്റു ചെയ്ത് തരും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടാറ്റു ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഔട്ട്ലെയർ ടാറ്റു സ്റ്റുഡിയോൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ പിച്ചുവയർ ജംഗ്ഷനിലുള്ള വുഡ്ലാൻഡ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇവരുടെ നമ്പറും ഇൻസ്റ്റാ പേജൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കുക.